നാണമില്ലാത്ത ചില പോസ്റ്റുകളും വാർത്തകളുമായി VR ബാബു രംഗത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യം ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. ഇവരുടെ പണത്തിന്റെ ഉറവിടം എന്താണ് എന്നത് നമ്മുടെ മാധ്യമങ്ങൾക്ക് പ്രശ്നമല്ല. പ്രത്യേകിച്ച് അത് മോദിക്കെതിരെയുള്ളതാണെങ്കിൽ സമരപ്പന്തലിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് പിസ്സ അല്ലെങ്കിൽ ബർഗർ ഇത്യാദി യഥേഷ്ടം ഒഴുകിയെത്തിയത് ആരുടെ പണം കൊണ്ടായിരുന്നു എന്നത് അന്വേഷണ വിധേയമാക്കണം. കാത്തിരിക്കൂ, ഇവരുടെ യഥാർത്ഥ മുഖം കാണുന്നതേയുള്ളൂ. ഇതാണ് ആ പോസ്റ്റ്. മാത്രമല്ല മറ്റു ചില കാര്യങ്ങൾ കൂടി ഇതേ തുടർന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇവരുടെ പണത്തിന്റെ ഉറവിടം എന്താണ്, അർദ്ധരാത്രിയിൽ ഇവർക്ക് ആരാണ് പിസയും ബർഗറും എത്തിച്ചു കൊടുക്കുന്നത്? പാവം ബാബു സാറും കൂട്ടരും ഇപ്പോഴും ഈ ചോദ്യവും ചോദിച്ച് നടക്കുകയാണല്ലേ. പ്രിയപ്പെട്ട നാണം കെട്ടവന്മാരെ, നിങ്ങളോട് ചിലത് ചോദിക്കാനുണ്ട്. ഈ സമരപ്പന്തലിൽ ഉയർന്നു കേട്ട ന്യായമായ ചോദ്യങ്ങൾക്ക് മുൻപിൽ യാതൊരു ന്യായീകരണവുമില്ലാതെ തോറ്റു തുന്നം പാടിയപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തത്? അർദ്ധരാത്രി 12 മണിക്ക് പണ്ട് വിഘടനവാദി എന്ന് നിങ്ങൾ മുദ്ര കുത്തിയ അതേ സോനം വാങ്ചുങ്കിന്റെ മുന്നിൽ ചെന്ന് സമസ്താപരാധവും ഏറ്റുപറഞ്ഞ് പേപ്പറും വായിച്ച് കേൾപ്പിച്ച് കാലു പിടിച്ച് പിന്തിരിപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. അടുത്ത ദിവസം പിള്ളേരെ പേടിപ്പിച്ച് മധ്യസ്ഥന്മാരെ വിട്ട് ഒടുവിൽ അവരുമായി ചർച്ച നടത്തി. കേസെടുക്കില്ല, ഒരു കുന്തവും ചെയ്യില്ല, എല്ലാം സമ്മതിച്ചു എന്ന് പറഞ്ഞ് രാജിവെച്ച് ഓടിയ ചരിത്രം തൊട്ട് മുമ്പിലുണ്ട് കേട്ടോ. എന്നിട്ടാണിപ്പോ അവർ പാർട്ടി നടത്തി, അവർ കാപ്പി കുടിച്ചു, കളർ ഉടുപ്പിട്ടു, അതിന് കാശ് എവിടെയെന്ന് ചോദിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. നാണോ ഇല്ലേ ബാബു സാറേ ഇതൊക്കെ വിളിച്ചു പറയാൻ? അല്ല, ഇതൊക്കെ എവിടുന്ന് കിട്ടുന്ന വിവരങ്ങളാണ് ബാബു സാറേ? ഒരു തെളിവും ഇല്ലാതെ വെറും ഒരു ഫോട്ടോയും വെച്ച് ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും വിളിച്ചു പറയാ എന്നാണോ വിചാരം? അന്ന് ജനങ്ങൾ തെരുവിലിറങ്ങിയത് നിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ വല്ലതും കണ്ടിട്ടാണോ? അല്ല, അവരുടെ ആവശ്യങ്ങൾ ന്യായമായതുകൊണ്ട് മാത്രമാണ്. ആ സമരത്തെ രാഷ്ട്രീയമായി നേരിടാൻ കെൽപ്പില്ലാതെ വന്നപ്പോൾ അവസാനം സമരം നിർത്തിക്കാൻ അർദ്ധരാത്രിയിൽ ചർച്ച നടത്തിയതാരാണ്? തോറ്റു പിന്മാറിയപ്പോൾ ഉണ്ടായ ആ നാണക്കേട് മറയ്ക്കാനാണ് ഇപ്പോൾ ഈ വക കുപ്രചാരണങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങളൊക്കെ സമരം ചെയ്യുമ്പോൾ അതിന് വിപ്ലവം എന്നും മറ്റുള്ളവർ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അതിനെ കലാപം എന്നും മുദ്ര കുത്തുന്ന ഈ ഇരട്ടത്താപ്പ് ജനങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതെ ആയപ്പോൾ ചർച്ചയിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ അവനവിടെ ബിരിയാണി തിന്നു, അവരവിടെ ബർഗർ തിന്നു, 5 സ്റ്റാർ ഹോട്ടലിൽ പോയി എന്നൊക്കെ പറയുന്നത് എത്ര മാത്രം തരം താണ പരിപാടിയാണ്. ഇവിടുത്തെ യുവാക്കൾക്ക് പ്രതികരിക്കാനും അറിയാം, അതിനൊപ്പം സ്വന്തം ജീവിതം ആഘോഷിക്കാനും അറിയാം. അതിന് നിങ്ങളുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമൊന്നുമില്ല ആർക്കും. ബാബു സാറേ, കാലം മാറിയത് നിങ്ങൾ അറിഞ്ഞില്ല എങ്കിലും ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇല്ലാത്ത ലഹരി കഥകളും മെനഞ്ഞ് ആൾക്കാരെ വിഡ്ഢികളാക്കാൻ നോക്കിയാൽ അത് തിരിഞ്ഞു കൊത്തുക തന്നെ ചെയ്യും. അതും സ്വന്തം നെഞ്ചിലേക്ക് തന്നെയായിരിക്കും. കേട്ടോളൂ, ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാരോട് ഈ പഴഞ്ചൻ ന്യായം പറഞ്ഞാൽ ഒരു കാരണവശാലും കേൾക്കാൻ പോകുന്നില്ല. ബാബു സാറേ, ആ കാലമൊക്കെ എന്നേ കഴിഞ്ഞു. കള്ളപ്പണം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സമ്പന്നരെ വിരട്ടുന്ന ആ വിരട്ടലിലൊന്നും ഇന്നത്തെ പിള്ളേർ വീഴില്ല. അവർക്ക് പാർട്ടി നടത്താനും ആഘോഷിക്കാനുള്ള പശ്ചാത്തലവും ചുറ്റുപാടും സ്വന്തം അധ്വാനം കൊണ്ടുണ്ടാക്കാൻ അവർക്ക് നന്നായി അറിയാം. വിഷയം മാറ്റി തിരിച്ചു കളയാമെന്ന് ആരും കരുതണ്ട. ജനങ്ങളെല്ലാം കാണുന്നുണ്ട്. പണ്ട് ബാബു സാറ് അലിയാർ കാസിമി ഉസ്താദുമായി കവിത ചെല്ലാൻ പോയി. തിരിച്ച് ഒരുപാട് കവിത കേട്ടതുപോലെ ആയിരിക്കില്ല ഈ പിള്ളാരോട് ഉറവിടം തിരക്കി ചെന്നാൽ. ഇനി വന്ന് ആവശ്യപ്പെടുക പ്രധാനമന്ത്രി രാജിവെക്കണമെന്നായിരിക്കും. അപ്പൊ പിന്നെ ഗത്യന്തരമില്ലാതെ അതും ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പിള്ളേരുടെ പിറകെ നടക്കാതെ സ്വന്തം പാർട്ടിയൊക്കെ നോക്കി സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നതല്ലേ നല്ലത്.